ഓം നമോ നാരായണായ. നാരായണീയം രണ്ടാം ദശകം. ഭഗവാന്റെ രൂപം, മോക്ഷമാർഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം എന്നിവ വർണ്ണിക്കുന്നു. സൂര്യസ്പർദ്ധികിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഭാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലത് കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. സൂര്യസ്പർദ്ധികിരീടം, സൂര്യനോട് സ്പർദ്ധിക്കുന്ന, അതായത് സൂര്യനെയും വെല്ലുവാൻ തരത്തിലുള്ള ശോഭയാർന്ന കിരീടം ധരിച്ചിട്ടുള്ളവനും, ഊർധ്വതിലക പ്രോദ്ഭാസി ഭാലാന്തരം, മുകളിലേക്ക് വരച്ചിട്ടുള്ള ഗോപിക്കവിയാൽ ശോഭിക്കുന്ന നെറ്റിത്തടത്തോടു കൂടിയവനും, കാരുണ്യാകുല നേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം, കാരുണ്യാകുല നേത്രം, കാരുണ്യം തുളമ്പുന്ന നേത്രങ്ങളോട് കൂടിയവനും, ആർദ്രഹസിതോല്ലാസം സുനാസാപുടം, മാധുര്യമാർന്ന അദ്ദേഹത്തിൻ്റെ ചിരിയാൽ ഉല്ലസിക്കപ്പെടുന്ന നാസികകളോട് കൂടിയവനും, ഗണ്ഡോദ്യൻ മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലത് കൗസ്തുഭം, ഗണ്ഡങ്ങളിൽ തൻ്റെ കവിൾത്തടത്തിൽ തട്ടിയാടുന്ന മകരമത്സ്യാകൃതിയിലുള്ള കുണ്ടലങ്ങളോട് കൂടിയവനും, കണ്ഠോജ്വലത് കൗസ്തുഭം, കണ്ഠദേശത്തിൽ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന കൗസ്തുഭമണിയോടു കൂടിയവനും, വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. വനമാല, അതേപോലെ മുത്തുമാലകൾ, ശ്രീവത്സം എന്നിവയാൽ അത്യധികം ശോഭിക്കുന്നതുമായ ത്വദ്രൂപം, അങ്ങയുടെ ആ രൂപത്തെ ഞാൻ നമിക്കുന്നു എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. കേയൂരാംഗത കങ്കണോത്തമമഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ് ബാഹുചതുഷ്ക സംഗതഗദാ ശംഖാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിതം. കേയൂരാങ്കണ കങ്കണോത്തമമഹാരത്നാങ്കുലീയാങ്കിത, കേയൂരം, കങ്കണം, അതേപോലെ മഹാരത്നങ്ങൾ അലങ്കരിച്ചിട്ടുള്ള മോതിരം, തോൾവള, കൈകളിൽ അണിഞ്ഞിരിക്കുന്ന വള, അതേപോലെ മഹാരത്നങ്ങൾ പതിച്ച മോതിരം എന്നിവയാൽ അടയാളപ്പെട്ടിട്ടുള്ളതും, ശ്രീമദ് ബാഹുചതുഷ്ക സംഗതഗദാ ശംഖാരി പങ്കേരുഹാം, അതായത് ഗദ, ശംഖം, ചക്രം, പത്മം എന്നിവയാൽ അലങ്കരിക്കപ്പെട്ടിട്ടുള്ള 4 കൈകളോട് കൂടിയവനും, കാഞ്ചി കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബിനീം, പൊന്നരഞ്ഞാൻ കൊണ്ട് അടയാളപ്പെട്ടിട്ടുള്ളതും മഞ്ഞപട്ട ഉടയാട ചാർത്തിട്ടുള്ളവനും, ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിതം, വിമലങ്ങളായിട്ടുള്ള നിർമ്മലങ്ങളായ താമരപ്പൂവിൻ്റെ കാന്തി തേടുന്ന കാലടികളോട് കൂടിയവനും, മൂർത്തിം തവാർത്തിച്ഛിതം, എല്ലാ ദുഃഖങ്ങളെയും ആർത്തികളെയും നശിപ്പിക്കുന്നവനുമായിട്ടുള്ള ആ മൂർത്തിയെ ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറയുകയാണ് മേൽപ്പത്തൂർ. യത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപി ആശ്ചര്യം ഭുവനേ ന കസ്യ കുതുകം ഉഷ്ണാതി വിഷ്ണോ വിഭോ. ഹേ വിഷ്ണോ പ്രഭോ, യത് ത്രൈലോക്യമഹീയസോപി മഹിതം, അതായത് ഈ 3 ലോകങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠവും, സമ്മോഹനം മോഹനാത്, മോഹനമായിരിക്കുന്നതിനേക്കാൾ മനോഹരമായിരിക്കുന്നത് ഒരു വസ്തുവുണ്ടെങ്കിൽ അതിനേക്കാൾ മനോഹരവും, കാന്തം കാന്തിനിധാനതോപി, അതായത് ശോഭ എന്ന ഗുണത്തിന് ആധാരമായിരിക്കുന്നത് എന്താണോ അതിനേക്കാൾ ശോഭനവും, മാധുര്യധുര്യാദപി, മധുരമായിട്ടുള്ള ഗുണം പൂർണ്ണമായിരിക്കുന്ന വസ്തുവിനേക്കാളും അതിമധുരവും, സൗന്ദര്യ ഉത്തരതോപി സുന്ദരതരം, സൗന്ദര്യത്താൽ മികച്ചു നിൽക്കുന്ന വസ്തുവിനേക്കാളും സുന്ദരവും, ത്വദ്രൂപമാശ്ചര്യതോപി
ആശ്ചര്യം, ആശ്ചര്യകരമായിരിക്കുന്നതിനേക്കാൾ ആശ്ചര്യകരമായിരിക്കുന്നതും ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാതി ഹേ വിഭോ. ഇങ്ങനെയെല്ലാം ഉള്ളതായിട്ടുള്ള അങ്ങയുടെ ഈ മനോഹരമായ രൂപം ലോകത്തിൽ മറ്റാർക്കാണ് കൗതുകത്തെ ജനിപ്പിക്കാതിരിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. തത്താദൃങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവീ പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാബത കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യ മയാദപി അചലാബലാ ചാപല്യവർത്തോദഭൂത്. തത്താദൃങ് മധുരാത്മകം തവ വപുഃ സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി. തത്താദൃങ് മുൻപറഞ്ഞ അത്രയും മാധുര്യമേറിയിട്ടുള്ള അങ്ങയുടെ ആ വപുവിനെ, അങ്ങയുടെ ആ ശരീരത്തെ, അങ്ങയുടെ വക്ഷസ്ഥലത്തെ സംപ്രാപ്യ സമ്പന്മയി പ്രാപിച്ചിട്ട് സമ്പന്മയിയായിട്ടുള്ള ഐശ്വര്യരൂപിണിയായിട്ടുള്ള ആ ദേവി പരമോത്സുക, ആ ഐശ്വര്യദേവതയായിട്ടുള്ള ദേവി അത്യന്തം അനുരക്തയായിരിക്കുന്നു. സ്വഭക്തേഷ്വപി ചിരതരം ന ആസ്തേ. ഇക്കാരണത്താൽ ദേവി സ്വന്തം ഭക്തന്മാരിൽ ഒരിക്കലും സ്ഥിരയല്ല. തേനാസ്യാബത കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യ മയാദ അചാപലബലാ ചാപല്യവർത്തോദഭൂത്. തേനാസ്യാഹ അതിനാൽ തന്നെ ദേവിക്ക് ത്വദ്രൂപ മനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് അങ്ങയുടെ മനം കവരുന്ന ആ രൂപത്തിലുള്ള സ്ഥിരമായിട്ടുള്ള ദേവിയുടെ അനുരാഗത്താൽ അചാപലബലാത് അങ്ങയിലുള്ള സ്ഥിരമായിട്ടുള്ള ബലമുറ്റതായിട്ടുള്ള സ്നേഹം കാരണമായിട്ട് ചാപല്യവാർത്ത ഉദഭൂത് അതായത് അങ്ങയിലുള്ള അനുരാഗത്താൽ ദേവി അങ്ങയുടെ അടുത്ത് സ്ഥിരയാണ്. എപ്പോഴും ചാപല്യമില്ലാതെ അങ്ങയുടെ കൂടെ തന്നെയാണ് ദേവി നിൽക്കുന്നത്. അതിനാൽ ദേവി അചപലയാണ്. ദേവിക്ക് ഭക്തന്മാരെക്കാൾ അങ്ങയോടാണ് സ്നേഹം. അങ്ങാണ് ദേവിയുടെ പതി. അതിനാൽ തന്നെ ഭക്തന്മാരിൽ ദേവി അചപലയല്ല ചപലയാണ് എന്ന ഒരു കാരണം കൂടി പറയുകയാണ് ഇവിടെ. ലക്ഷ്മീ സ്ഥാവക രാമണീയക ഹൃദയേയം പരേഷു സ്ഥിരേതി അസ്മിന്നന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ. യേ ത്വദ്ധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാഃ തേഷ്വേഷാ വസതി സ്ഥിരൈവ ദയിത പ്രസ്താവദത്താദരാൻ. ഹേ ലക്ഷ്മീപതേ, അല്ലയോ ലക്ഷ്മീദേവിയുടെ പതിയായിട്ടുള്ള ഭഗവാനേ, ലക്ഷ്മീ സ്ഥാവക രാമണീയക ഹൃദേ. ആ ലക്ഷ്മീദേവി താവക രാമണീയക ഹൃദേ, അതായത് അങ്ങയുടെ മനോഹരമായിട്ടുള്ള ആ രൂപത്തിൽ രമിച്ചിട്ട് തന്നെയാണ് പരേഷു അസ്ഥിരേതി മറ്റുള്ളവരിൽ അസ്ഥിരയായിരിക്കുന്നത്. അസ്മിന്നന്യതപി പ്രമാണം അധുനാ വക്ഷ്യാമി എന്ന കാരണത്തിന് മറ്റൊരു പ്രമാണം കൂടി ഞാൻ പറയാം എന്ന് മേൽപ്പത്തൂർ പറയുകയാണ്. യേ ത്വദ്ധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താജനാഃ. യേ ജനാഃ ത്വദ്ധ്യാന ഗുണാനുകീർത്തനരസാസക്താഃ, ഏതൊരു ആളുകളാണോ അങ്ങയുടെ ഗുണാനുകീർത്തനം ചെയ്യുന്നതിൽ രമിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള ആ ഭക്തന്മാരിൽ തേഷ്വേഷാ വസതി സ്ഥിരൈവ ദയിത പ്രസ്താവദത്താദരാ. അങ്ങനെയുള്ളവരിൽ ആ ദേവി ദയിത പ്രസ്താവദത്താദരാൽ തൻ്റെ ഭർത്താവിനെ പറ്റി സ്തുതിക്കുന്ന ആ സ്തുതികളിൽ ബഹുമാനമുള്ളവളായിക്കൊണ്ട് തേഷ്വേഷാ സ്ഥിരൈവ വസതി അവരിൽ അങ്ങനെയുള്ള ഭക്തന്മാരിൽ സ്ഥിരയായിട്ട് വസിക്കുന്നു. ഏവം ഭൂതമനുജ്ഞതാനവസുധാ നിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പരചിത് രസായനമയം ചേതോഹരം ശൃണ്വതാം. സദ്യ പ്രേരയത്തെ മതിന്മദയത്തെ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യപി ശീതബാഷ്പവിസരൈരാനന്ദ മൂർച്ഛോദ്ഭവൈഃ. ഏവം ഭൂതമനോജ്ഞതാ നവസുധാ നിഷ്യന്ത സന്തോഹനം. ഏവം ഭൂതമനോജ്ഞത ഇപ്രകാരം മനോഹരമായിട്ടുള്ളതും നവസുധാ നിഷ്യന്ത സന്തോഹനം പുതിയ സുധയെ അമൃതധാരയെ വർഷിക്കുന്നതും
ത്വദ്രൂപം പരചിത് രസായനമയം ചേതോഹരം ശൃണ്വതാം. പരചിത് രസായനമയം ഉത്കൃഷ്ടമായിട്ടുള്ള ബ്രഹ്മാനന്ദമയവുമായിട്ടുള്ള ത്വദ്രൂപം അങ്ങയുടെ ആ രൂപം ചേതോഹരം ശൃണ്വതാം സദ്യ പ്രേരയത്തെ മതിം മദയത്തെ. എല്ലാം ചേതോഹരമായിട്ടുള്ള മനസ്സിനെ കവരുന്ന അങ്ങയുടെ രൂപത്തെ പറ്റിയുള്ള കഥകൾ കേൾക്കുന്നവരുടെ മനസ്സിനെ സദ്യ പ്രേരയത്തെ മതിം മദയത്തെ, അങ്ങനെയുള്ളവരുടെ ആ മനസ്സിനെ അത് ഇളക്കിമറിക്കുന്നു. അതേപോലെ രോമാഞ്ചയത്യംഗകം ദേഹത്തെ ആകമാനം രോമാഞ്ചമണിയിക്കുന്നു. അതേപോലെ ആനന്ദമൂർച്ഛോദ്ഭവൈ ശീതബാഷ്പവിസരൈ, ആ ആനന്ദത്തിൻ്റെ ആധിക്യത്താൽ ഉണ്ടാകുന്ന ശീതബാഷ്പവിസരൈ, തണുത്ത അശ്രുധാരകളായി കണ്ണുകളിൽ നിന്ന് നിറഞ്ഞൊഴുകുന്ന ആ ധാരയാൽ വ്യാസിഞ്ചതി അപി, നന്നായി നനയ്ക്കുകയും ചെയ്യുന്നു. ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിതോ യോഗ സ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ഹൃശോത്തമതരോ യോഗീശ്വരൈർഗീയത്തെ. സൗന്ദര്യേകരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മികാ ഭക്തിർ നിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യാ രമാവല്ലഭ. ഏവം ഭൂതതയാ ഹി, ഇപ്രകാരം ചെയ്യുന്നതുകൊണ്ട് യോഗീശ്വരൈഹി, യോഗീശ്വരന്മാരാൽ യത്യഭിഹിതോ സയോഗ, ഭക്തി എന്ന് പറയപ്പെടുത്ത ആ യോഗം, അതായത് ഭക്തിയോഗം, യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് പുരുഷോത്തമതരോ ഗീയത്തെ. കർമ്മോപായം, അതായത് കർമ്മയോഗം, ജ്ഞാനയോഗം എന്നിങ്ങനെയുള്ള രണ്ട് മാർഗങ്ങളെക്കാളും ഉത്തമമായതെന്ന് പറയപ്പെടുന്നു ഈ ഭക്തിയോഗത്തെ യോഗീശ്വരന്മാർ. മേൽപ്പറഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ള ആ ആനന്ദത്തെ നൽകുന്നതിനാൽ കർമ്മയോഗത്തെക്കാളും ജ്ഞാനയോഗത്തെക്കാളും ഭക്തിയോഗമാണ് ഉത്തമമെന്ന് അത് അനുഭവിച്ചിട്ടുള്ളവരായ യോഗീശ്വരന്മാരാൽ പറയപ്പെടുന്നു. സൗന്ദര്യേ കരസേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മിക ഭക്തിർ നിശ്രമമേവ വിശ്വപുരുഷൈ ലഭ്യാ രമാവല്ലഭ. ഹേ രമാവല്ലഭ, അല്ലയുടെ രമയുടെ ലക്ഷ്മീദേവിയുടെ വല്ലഭനായിട്ടുള്ള ഭഗവാനെ, സൗന്ദര്യേകരസാത്മകേ ത്വയി, സൗന്ദര്യത്തിൻ്റെ മൂർത്തിമത് ഭോഭാവമായിട്ടുള്ള അങ്ങയിൽ പ്രേമപ്രകർഷാത്മിക ഭക്തി, പ്രേമാതിശയമാകുന്ന വിശ്വപുരുഷൈഹി, എല്ലാ ജനങ്ങളാലും നിശ്രമമേവ, യാതൊരു പ്രയാസവും കൂടാതെ ലഭ്യ, ലഭിക്കപ്പെടാവുന്നതാണല്ലോ. നിഷ്കാമം നിയത സ്വധർമ്മചരണം യത്കർമ്മ യോഗാഭിധം തദ്ദൂരേത്യഫലം യദൗപനിഷദ ജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭോ ത്വത്പ്രേമാത്മക ഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. നിഷ്കാമം നിയത സ്വധർമ്മചരണം യത്കർമ്മ യോഗാഭിധം, നിയതങ്ങളായിട്ടുള്ള സ്വധർമ്മങ്ങളെ, 4 വർണ്ണാശ്രമങ്ങളിലും ജീവിക്കുമ്പോഴുള്ള ആ കർമ്മങ്ങളെ നിഷ്കാമം, യാതൊരു ഫലത്തിൻ്റെയും ഇച്ഛ കൂടാതെ നിർവഹിക്കുന്നതിനെയാണ് കർമ്മയോഗം എന്ന് വിളിക്കുന്നത്. തദ്ദൂരേത്യഫലം യദൗപനിഷദ ജ്ഞാനോപലഭ്യം പുനഃ, അത്തരത്തിലുള്ള ആ കർമ്മയോഗം എന്ന് പറയുന്നത് തത് ദൂരേത്യഫലം, അത് കാലാന്തരത്തിൽ മാത്രം കൈവരിക്കാവുന്ന ഫലത്തോടു കൂടിയതാകുന്നു. പുനഃ യത് ഔപനിഷദ് ജ്ഞാനോപലഭ്യം, ഉപനിഷത്തുക്കളെ അധ്യയനം ചെയ്തുകൊണ്ട് ലഭിക്കുന്ന ആ ബ്രഹ്മജ്ഞാനം, തത്തു അവ്യക്തതയാ സുദുഷ്കരമതം സുദുർഗമതരം, അതായത് ഉപനിഷത്തുക്കളിലൂടെ ലഭ്യമാകുന്ന ബ്രഹ്മജ്ഞാനമെന്ന് പറയുന്നത് ജ്ഞാനയോഗമാണ്. അത് അനുഭവത്തിലൂടെ ഗ്രഹിക്കാൻ ദുഷ്കരവുമാണ്. തസ്മാത് വിഭോ, അതിനാൽ അല്ലയോ പ്രഭോ, പ്രേമാത്മക ഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി, അങ്ങയിലുള്ള പ്രേമാത്മകമായിട്ടുള്ള ആ ഭക്തി അഥവാ ഭക്തിയോഗം തന്നെയാണ് സതതം എപ്പോഴും ശ്രേയസ്കരമായിട്ടുള്ളതും ആസ്വദിക്കത്തക്കതും എന്ന് പറയുന്നു. അത്യായാസകരാണി കർമ്മപടലാനാചര്യ നിര്യന്മല ബോധേ ഭക്തിപഥേ അഥവാ പ്യുചിതതാം ആയാന്തി കിം താവതാ
ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുർബ്രഹ്മാഖ്യമന്യേ പുനഃ ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭി സിദ്ധ്യന്തി ജന്മാന്തരൈഃ. അത്യായാസകരാണി കർമ്മപടലാനി ആചര്യ. അത്യായാസകരങ്ങളായിട്ടുള്ള അഥവാ വളരെ ക്ലേശകരമായിട്ടുള്ള കാര്യങ്ങൾ ആചര്യ അനുഷ്ഠിച്ചിട്ട് നിര്യന്മലാഹ ബോധേ ബോധത്തിൽ അഥവാ മനസ്സിന് ശുദ്ധി വരുത്തിയിട്ടുള്ള യോഗികൾ ഭക്തിപഥേ അഥവാ പ്യുചിതതാം ആയാന്തി. ജ്ഞാനയോഗത്തിലോ അല്ലെങ്കിൽ ഭക്തിയോഗത്തിലോ അധികാരികളായിത്തീരുന്നു. കിം താവത അതുകൊണ്ട് എന്താണ് ഫലം? അന്യേ പുനഃ ഇനി മറ്റു ചിലരാകട്ടെ തർക്കപഥേ ക്ലിഷ്ട്വാ തർക്കം വേദാന്തം തുടങ്ങിയ ദർശനശാസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈശ്വരാസ്തിത്വമാർഗത്തിൽ പരീക്ഷണം നടത്തി ചിത്താർദ്രത്വം വൃതേ അതിലൂടെ അവരുടെ മനസ്സിൻ്റെ ശുദ്ധിയെ നഷ്ടപ്പെടുത്തി ആർദ്രതയെ നഷ്ടപ്പെടുത്തി ബ്രഹ്മാഖ്യം തവ പരം വപുഹു ബ്രഹ്മമെന്ന പേരായ അങ്ങയുടെ നിർഗുണമായിട്ടുള്ള നിരാകാരമായിട്ടുള്ള ആ രൂപത്തെ വിചിന്യ ബഹുഭി ജന്മാന്തരൈഃ ആ രൂപത്തെ അനേകം ജന്മാന്തരങ്ങളെ കൊണ്ട് മാത്രമേ ധ്യാനിച്ച് മോക്ഷത്തെ പ്രാപിക്കുന്നുള്ളൂ. ത്വൽഭക്തിസ്തു കഥാരസാമൃതഝരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീം അക്ലേശതസ്ത്വന്നതി സദ്യ സിദ്ധികരീ ജയത്यै വിഭോ സൈവാസ്തു മേ ത്വത്പദ പ്രേമ പ്രൗഢിരസാർദ്രതാദ്രുതതരം വാതാലയാഭീശ്വര. ത്വൽഭക്തിസ്തു കഥാരസാമൃതഝരീ നിർമ്മജ്ജനേന ത്വൽഭക്തി അങ്ങയിലുള്ള ഭക്തിയാകട്ടെ അങ്ങയുടെ കഥകൾ ശ്രവിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന പരമമായ ആ രസത്തിൻ്റെ അനശ്വരമായ പ്രവാഹത്തിൽ മുഴുകുക നിമിത്തം സ്വയം സിദ്ധ്യന്തി സ്വയം ലഭിക്കുന്നതാണ്. വിമല പ്രബോധപദവി അക്ലേശതസ്ത്വന്നതി ആ ഭക്തി നിർമ്മലമായ ജ്ഞാനത്തിൻ്റെ ഉത്കൃഷ്ടമായ സ്ഥാനത്തെ യാതൊരു പ്രയാസവും കൂടാതെ വെളിപ്പെടുത്തി തരുന്നതാണ്. സദ്യ സിദ്ധികരീ ജയതി ഉടനടി മോക്ഷത്തെ നൽകുക എന്ന കാര്യത്തിലും ആ ഭക്തി വിജയിക്കുന്നു. ഐ വിഭോ വാതാലയാധീശ്വര അലയോ ഗുരുവായൂരപ്പ ത്വത്പാദപ്രേമ പ്രൗഢിരസാർദ്രത സാ ഏവമേ ദ്രുതതരമസ്തു. എനിക്ക് അങ്ങയുടെ പുൽത്താരടിയിലുള്ള പ്രേമാതിശയമാകുന്ന രസം കൊണ്ട് ലഭിക്കുന്ന ആ ആർദ്രതയെ വേഗം തന്നെ സംഭവിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു.